മാനസിക നിലവാരം കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ നിങ്ങൾ ഏത് കേസ് നമുക്കെന്താ ഒരു വനിതാ പോലീസ് ഒരു വീട്ടുകാരാ അലമാര പരിശോധിച്ചാൽ പറയൂ. ആള് കയറിയിരിക്കാൻ ചാൻസുള്ള സ്ഥലങ്ങളെല്ലാം നമസ്കാരം. CPM-ന്റെ ഭരണകൂട തീവ്രതയ്ക്ക് മറ്റൊരു ഉദാഹരണം കൂടി പുറത്തു വന്നിരിക്കുന്നു. വടകര തിരുവള്ളൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ സിദ്ദിഖിന്റെ വീട്ടിൽ രാത്രി CPM-ന്റെ താല്പര്യപ്രകാരമാണ് എന്ന് പറയുന്നു വടകര റൂറൽ SP-യുടെ നേതൃത്വത്തിലുള്ള പോലീസുകാർ സിദ്ദിഖ് വീട്ടിലില്ലാത്ത സമയത്ത് ഒരു കേസിൽ സിദ്ദിഖിനെ തേടി പോലീസുകാർ സിദ്ദിഖിന്റെ വീട്ടിലെത്തുന്നു. പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീയുടെ മുറിയിലടക്കം വനിതാ പോലീസ് ഇല്ലാതെ പോലീസ് സെർച്ച് ചെയ്യുന്നു. ഇത് നിയമവിരുദ്ധം തന്നെയാണ് എന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ചൂണ്ടിക്കാണിച്ചത്. പോലീസിന്റെ ഈ കിരാത നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും മറ്റു നാട്ടുകാരുമെല്ലാം തടിച്ചുകൂടുന്നു. പോലീസ് കാണിക്കുന്ന ഇത്തരം തെമ്മാടിത്തങ്ങൾക്ക് ഒരിക്കലും കൂട്ടുനിൽക്കാൻ സാധിക്കില്ല. വനിതാ പോലീസ് ഇല്ലാതെ എന്തുകൊണ്ടാണ് പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീയുടെ മുറിയിലേക്ക് വരെ ഇവർ ഇരച്ചു കയറിയത്? മാത്രമല്ല, വീട്ടിലെ സർവ്വസാധനങ്ങളും വലിച്ചിട്ട് പരിശോധിക്കുന്നു. അലമാരിയിൽ വരെ പരിശോധന നടത്തുന്നു. ഒരാളെ തേടി പ്രതിയെ ഒളിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പോലീസ് പ്രതിയെ തേടി എത്തുമ്പോൾ അലമാരിയിൽ പരിശോധിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? പോലീസ് പറഞ്ഞത് അലമാരിക്കുള്ളിൽ പോലീസിനെ ഒളിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. ഈ വീട്ടുകാർ പറഞ്ഞത് അലമാരിയിൽ സ്വർണവും പണവും എല്ലാം ഉണ്ടായിരുന്നു, അത് കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പോലീസിനെ കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ പോയി പരാതി കൊടുക്കൂ എന്നാണ് വനിതാ പോലീസിന് മേധാവിയായി അവിടെ എത്തിയ ഒരു വ്യക്തി പറഞ്ഞത്. ഭരണകൂട തീവ്രതയ്ക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് വനിതാ പോലീസിന്റെ സാന്നിധ്യമില്ലാതെ പ്രസവിച്ചു കിടക്കുന്ന ഒരു സ്ത്രീയുടെ മുറിയിലേക്ക് വരെ പോലീസ് ഒരു കേസ് പറഞ്ഞുകൊണ്ട് ഒരു പ്രതിയെ തേടി എത്തുന്നത്. സിദ്ദിഖ് വീട്ടിലില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പോലീസ് സിദ്ദിഖിനെ തേടി അവിടെ എത്തിയത് എന്നാണ് വീട്ടുകാർ പറയുന്നത്. എന്നാൽ ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നതിന് മുൻപ് തന്നെ മുസ്ലിം ലീഗ് പ്രവർത്തകനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച CPM ഗുണ്ടകളെ എന്തുകൊണ്ട് പോലീസ് കണ്ടെത്തുന്നില്ല? ആ കേസിനോടനുബന്ധിച്ച് തന്നെയാണ് സിദ്ദിഖിനെ തേടി സിദ്ദിഖിന്റെ വീട്ടിൽ പോലീസ് എത്തിയത്. വടകര തിരുവള്ളൂരിലാണ് ഈ സംഭവം. ഈ കഴിഞ്ഞ രാത്രിയിൽ നടന്ന ഈ സംഭവത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസുകാരുടെ തേർവാഴ്ചയാണ് ഈ കാണുന്നത്. അവിടെ കൂടിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇങ്ങനെയാണ് പറഞ്ഞത്: അണയാൻ പോകുന്ന തീ ആളിക്കത്തും. ഭരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തുടങ്ങുന്ന പിണറായി വിജയന്റെ അവസാനവട്ട കാഴ്ചകളാണ് ഈ കാണുന്നത്, പരാക്രമങ്ങളാണ് കാണുന്നത്. ഇതിന് തീർച്ചയായും പിണറായി വിജയന്റെ ഈ രാഷ്ട്രീയ തെമ്മാടിത്തത്തിന് കൂട്ടുനിൽക്കുന്ന പോലീസുകാർക്ക് കൃത്യമായും UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ തിരിച്ചടി ഉണ്ടാകും എന്നുകൂടി UDF പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ശബ്ദായമാനമായ അന്തരീക്ഷത്തിൽ, കലാപകലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് നീങ്ങുകയായിരുന്നു പോലീസിന്റെ ഈ സെർച്ചും അതിനെ പ്രതിരോധിച്ച് നാട്ടുകാരുടെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും എല്ലാം ഈ പ്രവൃത്തി. പ്രസവിച്ചു കിടക്കുന്ന ഒരു സ്ത്രീയുടെ മുറിയിലേക്ക് വരെ വനിതാ പോലീസിന്റെ സാന്നിധ്യമില്ലാതെ എങ്ങനെയാണ് ഇവർ ഇത്തരത്തിൽ ഒരു കിരാതമായ തേർവാഴ്ച നടത്തുന്നത് എന്നാണ് ജനം ചോദിച്ചത്. ഇതൊരു കാരണവശാലും അനുകൂലിക്കാൻ സാധിക്കില്ല. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസുകാരും കുറച്ചു നേരം ആ വീടിന്റെ ഉമ്മറത്ത് തന്നെ വലിയ ശണ്ടയുണ്ടായി. ഉന്തും തള്ളിലേക്ക് വരെ കാര്യങ്ങൾ കലാശിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ സിദ്ദിഖിന്റെ വീട്ടിൽ രാത്രി പോലീസ് എത്തിയതും പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീയുടെ മുറിയിലേക്ക് പോലീസ് അരിച്ചു കയറിയതും അവിടെ അരിച്ചുപെറുക്കി പ്രവർത്തിക്കുന്നതും പിന്നീട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസിനെ പ്രതിരോധിക്കുന്നതുമായ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. മോള് രാവിലെ
മാനസിക നിലവാരം മനസ്സിലാക്കുന്ന വീഡിയോയിൽ ഒരു സെക്കൻഡ് ഞങ്ങൾക്ക് ഇങ്ങനെ കയറാൻ പറ്റില്ല പോലീസാ ഞാൻ വടകര നിങ്ങൾ ഏത് കേസ് നമുക്കെന്താ ഒരു വനിതാ പോലീസ് ഒരു സ്ഥലം വീട്ടുകാരാ അത് ഞാൻ അലമാര പരിശോധിച്ചു അലമാര പരിശോധിച്ചാൽ പറയട്ടെ പറയൂ ആള് കയറിയിരിക്കാൻ ചാൻസ് സ്ഥലങ്ങളെല്ലാം വീഡിയോ ഉണ്ട് പത്ത് ദിവസം ഓരോ ഇവിടെ ധിക്കാരപരമായി ഇത് സിനിമ അല്ല ധിക്കാരപരമായി നാല് വനിതാ പോലീസുകാരെ ചെറുപ്പ ദിവസമായി കാണാൻ ശ്രമിച്ചിട്ട് ചെയ്തോ അതിന് ചെരുപ്പ് വെച്ചിട്ട് പാടില്ല വിവരവും വിദ്യാഭ്യാസമുള്ള ആൾക്കാർ തന്നെയാണ് വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ആ രൂപത്തിൽ സംസാരിക്കണം വീഡിയോ ഉണ്ട് ഉപയോഗിച്ച വാക്ക് പോലീസ് മോഷണം നടത്തേണ്ടത് അലമാര പരിശോധിച്ചു എന്റെ വാർത്തല്ലോ മനസ്സിലായോ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ എന്താ പറഞ്ഞത് ഈ ആണെങ്കിൽ അതിനകത്ത് കയറാൻ പാടില്ല അത്രേ പറഞ്ഞിട്ടുള്ളൂ ഇവിടെ കുഞ്ഞിനെ പറ്റിയ അമ്മയുടെ മാനസിക നില പറ്റിയ ഞങ്ങൾ വീഡിയോ ഉണ്ട് ഉപയോഗിച്ച വാക്ക് പോലീസ് മോഷണം നടത്തേണ്ടത് അലമാര പരിശോധിച്ചു എന്റെ വാർത്തല്ലോ
ഇപ്പൊ മനസ്സിലായോ? എന്തുകൊണ്ട് ഈ കാര്യം മനസ്സിലായോ? നടക്കൂലേ? ഒരു കാര്യം ആ പെണ്ണിനെ നമ്മൾ ഇന്നലെ ഈ വിഷയത്തെ മാന്യമായിട്ട് സംസാരിച്ചു. മേഡം ഇന്നലെ സംസാരിച്ചാണല്ലോ. നമ്മൾ ഈ സേവ ഇല്ല ഡിവൈഎഫിന്റെ പണിക്ക് വന്നതാ. അത് നടക്കുക. നമ്മൾ ഇന്നലെ ഈ വിഷയത്തിൽ നമ്മൾ ഇന്നലെ ഉത്തരവാദിത്തപ്പെട്ട പൊതുപ്രവർത്തകരാ. ഇന്നലെ മേഡത്തിനറിയാം ഇന്നലെ നമ്മൾ സംസാരിക്കുന്നത് ഒന്നല്ല. നമ്മൾ ഇന്നലെ നമ്മൾ ഇന്നലെ മാന്യമായിട്ട് ഈ വിഷയത്തിൽ നമ്മുടെ സ്റ്റേഷനിലുണ്ട്. അടിപ്പാവാട